വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ച് സഹായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വേദഭാഗങ്ങൾ. ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്ന പേരുള്ള ശീമോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാരോട് കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുന്നോട്ട് പോയാറെ അവൻ്റെ സഹോദരന്മാർ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുടെ വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ് നമ്മൾ ഇന്ന് പകൽക്കാലം വായിച്ചത്. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുന്ന പ്രാരംഭത്തിൽ ആ ഒരു ഭാഗമാണ് 4-ാമത്തെ അധ്യായം 18 മുതൽ 22 വരെ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത്. ആ ഭാഗത്തിന് നല്ലൊരു വ്യാഖ്യാനം ഞാൻ നൽകുവാൻ താല്പര്യപ്പെടുന്നില്ല. ആ ഒരു പ്രസംഗ രീതിയായിരിക്കില്ല. ആ ഭാഗം ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് നൽകിയ ചില ചിന്തകളാണ് നിങ്ങളുമായി ഈ സെക്ഷനിൽ ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. ക്രിസ്തീയ ശുശ്രൂഷയിൽ ദൈവവിളിയുടെ സ്ഥാനം, ആ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായി അല്പസമയം ക്ലാസ് എടുക്കുവാൻ താല്പര്യപ്പെടുന്നത്. റോൾ ഓഫ് ദി കോൾ ഓഫ് ഗോഡ് ഇൻ ക്രിസ്ത്യൻ മിനിസ്ട്രി. ഏതൊരു ക്രിസ്തീയ ശുശ്രൂഷകളും ആരംഭിക്കുന്നത് ദൈവ വിളിയോടാണ്. നമുക്കറിയാം, ഈ ദൈവവിളി എന്നത് ചിലരെങ്കിലും അതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്, അല്ലെങ്കിൽ മിസ് ഇൻറ്റർപ്രറ്റ് ചെയ്യാറുണ്ട്, തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു പദപ്രയോഗം. നമ്മുടെ ഇടയിൽ പ്രത്യേകിച്ച് ഇങ്ങനെ റിഫോംഡ് ആയിട്ടുള്ള സഭകളാണ് ഈ ഒരു പദപ്രയോഗത്തിന് അമിതമായ പ്രാധാന്യം നമ്മൾ നൽകേണ്ടതില്ല എന്ന വാദം എനിക്കില്ല. അവിടെ നമ്മൾ ആ ഒരു ഭാഗത്തെ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ വേദശാസ്ത്രജ്ഞർ പലരും അഭിപ്രായപ്പെടുന്നത് ദൈവവിളി 2 നിലകളിൽ മനസ്സിലാക്കാം. ഒന്ന് സാർവത്രികമായ വിളി, യൂണിവേഴ്സൽ കോൾ ഓഫ് ഗോഡ്. മറ്റൊന്ന് പർട്ടിക്കുലർ, പ്രത്യേകിച്ച് ഒരാളെ വിളിക്കുന്ന വിളി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ദൗത്യത്തിനായി ഒരുവനെ വിളിക്കുന്ന വിളി. ഇത് രണ്ടും തമ്മിൽ പലപ്പോഴും വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റുകൾ വരാറുണ്ട്. അത് മനസ്സിലാക്കിയതിലും ചിലപ്പോൾ ചില പിഴവുകൾ വന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെല്ലാം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നവരാണ്, കർത്താവിൻ്റെ വേലയിൽ പ്രവർത്തിക്കുന്നവരാണ് വിവിധ സ്ഥലങ്ങളിൽ. അതൊരു പ്രത്യേക വിളി, അതിനനുസരിച്ച് നമ്മൾ വെരി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോൾ, അല്ലെങ്കിൽ പർട്ടിക്കുലറായിട്ട് ഒരു കോൾ അതിനകത്തുണ്ട്. ആ ഒരു ഭാഗമാണ് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. നമ്മളിവിടെ പലരും മനസ്സിലാക്കുന്നത് ദൈവവിളി എന്നാൽ എന്താ? ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമുക്കതിന് നൽകാൻ പറ്റും, ഒത്തിരി വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകാം. വളരെ പ്രധാനമായി ഞാൻ ആ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ 2 പ്രധാന നിർവചനങ്ങൾ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. 2 പ്രധാന നിർവചനങ്ങൾ. അതിലൊന്ന് വളരെ പ്രസക്തമായ ഒരു നിർവചനമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ബിൾട്ട്മാൻ എന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞത്. അദ്ദേഹം വ്യാഖ്യാനിച്ചത് ദൈവ വിളി എന്ന് പറയുന്നത് ഒരുവൻ്റെ മേൽ ദൈവം പകരുന്ന
പ്രത്യേകമായി പകരുന്ന ഒരു ദൈവീക അധികാരമാണ് അത്. അധികാരം, ദി അതോറിറ്റി ഓഫ് ഗാഡ്. അപ്പൊ ദൈവം ഒരുവന് വേണ്ടി ഒരു പ്രത്യേക ദൗത്യത്തിനായി നൽകപ്പെട്ട ഒരു വിശിഷ്ടമായ ഉദാത്തമായ അധികാരമാണ് ഈ ദൈവവിളി എന്നത്. അതെല്ലാ മനുഷ്യർക്കുമില്ല. അത് രക്ഷയോടുള്ള ബന്ധത്തിൽ സാർവത്രികമായി നമ്മൾ ആ പദത്തെ മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെയാണ് അത് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു സുവിശേഷ വേലക്കാരൻ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവന് മാത്രമായി, അല്ലെങ്കിൽ ആ സമൂഹത്തിന് മാത്രമായി വിശിഷ്ടമായ ഒരു അധികാരം ദൈവം നൽകി. അതാണ് നമുക്ക് രോഗങ്ങളുടെ മേൽ അധികാരമുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് തന്നെ നമ്മൾ കാണുന്നു. അവൻ അവർക്ക് അധികാരം കൊടുത്തു. സകല രോഗങ്ങളെ സൗഖ്യമാക്കാനും സകല ഭൂതങ്ങളെ പുറത്താക്കുവാനും അവൻ അവർക്ക് അധികാരത്തെ നൽകി. അപ്പോൾ ഇത് വിശിഷ്ടമായ അധികാരമാണ്. ആ അധികാരം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഇന്നിൻ്റെ കാലത്തിലെ പ്രത്യേകതയാണ്. അവരാണ് ശുശ്രൂഷയിൽ വളരുകയും ചെയ്യുന്നത്. 2, ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ വളരെ വ്യത്യസ്തമായ ഒരു നിർവചനം എന്ന് പറയുന്നത്, ഈ ദൈവവിളി എന്ന് പറയുന്നത് ഒരുവനെ പ്രത്യേകിച്ച് ദൈവം തിരഞ്ഞെടുത്ത് നിയമിക്കുന്ന ഒരു പ്രോസസ്. അതൊരു പ്രോസസ്. കോൾ ഓഫ് ഗോഡ് ഈസ് എ പ്രോസസ്. അത് ഒരിക്കലായി വന്ന സാധനം മാത്രമല്ല, ഓരോ സമയത്തും നമ്മൾ ഏതു സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നുവോ, ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ആയിരിക്കുന്നുവോ, ആ സാഹചര്യത്തിന് അനുസരിച്ച് നമ്മെ ദൈവം ആ സാഹചര്യത്തിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അതിനുവേണ്ടി ദൈവം നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു പ്രോസസ്സ്. അത് ആത്മാവാണ് ചെയ്യുന്നത് എന്നത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സിനകത്ത് വേദശാസ്ത്രജ്ഞർ പറയുന്നത് നമുക്ക് വിശിഷ്ടമായ ഒരു ദൈവകൃപ ഇതിനകത്ത് വരുത്തും. അതുകൊണ്ടാണ് ചിലര് വിദ്യാഭ്യാസമില്ലാത്തവർ, അല്ലെങ്കിൽ തീർത്തും പഠിപ്പില്ലാത്തവർ, ജ്ഞാനമില്ല എന്ന് നമ്മൾ പറയുന്ന പലരെയും ദൈവം ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ മേൽ വിശിഷ്ടമായ കൃപ ദൈവം നൽകി. നമ്മെ ഓരോരുത്തരുടെ മേലും ഒരുപക്ഷെ ശത്രുവിൻ്റെ പ്രതിസന്ധികൾ നമുക്കുണ്ട്, അല്ലെങ്കിൽ പോരാട്ടങ്ങളുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിനെ തരണം ചെയ്യുവാനുള്ള അമിതമായ ദൈവകൃപ തന്ന അതിനെയാണ് നമ്മൾ ദൈവവിളി എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം. നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം ആയിരിക്കുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം ആയിരിക്കുന്നത്, മറ്റേതെങ്കിലും നമ്മുടെ കഴിവുകളോ താലന്തുകളോ ഇതിൻ്റെ അടിസ്ഥാനമല്ല. മറിച്ച് ശുശ്രൂഷയ്ക്ക് ആധാരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ എന്നതാണ്. അത് നമ്മുടെ മേൽ ദൈവം തന്നു എന്നതാണ്. ഇവിടെ ദൈവവിളി, യേശു ശിഷ്യന്മാരെ വിളിക്കുന്നു. സെബദിയുടെ മക്കളെയും പത്രോസിനെയും അതുപോലെ അന്ത്രയോസിനെ വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചത്. ഞാൻ ഈ വേദപുസ്തകത്തിൽ ദൈവവിളിയെ മനസ്സിലാക്കിയപ്പോൾ അതിന് 4 പ്രധാന സവിശേഷതകൾ അതിനുണ്ട്. 4 പ്രധാന സവിശേഷതകൾ. സമയത്തിൻ്റെ പരിമിതിക്കകത്ത് ഞാനത് ഓടിച്ചു പറവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ ദൈവവിളിക്കകത്ത് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്നത് ഒന്ന് എൻകൗണ്ടർ എന്നുള്ളതാണ്. എൻകൗണ്ടർ. നാമും
ദൈവവുമായിട്ടുള്ള ഒരു അഭിമുഖം അല്ലെങ്കിൽ ആ ഒരു എൻകൗണ്ടർ, ആ വാക്ക് എല്ലാവർക്കും അറിയാം എന്ന് കരുതുകയാണ്. അപ്പൊ ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ, ഒരു വ്യക്തിയെ, ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിളി ഒരുവന്റെ മേൽ വരുമ്പോൾ അത് സാർവത്രിക വിളിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതെല്ലാവർക്കും ഉണ്ടാവും ഒരു വിളി. പക്ഷേ ഒരു പ്രത്യേക ദൗത്യത്തിനായി ഒരുവനെ വിളിക്കുമ്പോൾ അവനും ദൈവവുമായി ഒരു മുഖാമുഖ ബന്ധത്തിലേക്ക്, ആ ഒരു വെളിപ്പാടിലേക്ക് അവർ വരികയാണ്. ഈ അഭിമുഖത്തിലാണ്, ശ്രദ്ധിച്ച് കേൾക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഈ ദൈവവുമായിട്ടുള്ള അഭിമുഖം നമുക്കുണ്ടാകുമ്പോഴാണ് ദൈവം ആരെന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കി തരുന്നത്. ദൈവം ആരെന്ന കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ അതിനകത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടുന്ന സകലതും ദൈവം തരാൻ ശക്തനുമാണ്. ഞാൻ മനസ്സിലാക്കിയ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ദൈവത്തെ ആരെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ കുറച്ചെങ്കിലും വീഴ്ചകൾ നമ്മുടെ ഭാഗത്തുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവം ആര്, ഒരു സ്ഥലത്ത് പോയി നമ്മൾ വേല തുടങ്ങുമ്പോൾ അവിടെ എല്ലാവരും പറയും പോരാട്ടങ്ങളുണ്ട്, എല്ലാവരും പറയും പ്രശ്നങ്ങളുണ്ട്, എല്ലാവരും പറയും പ്രതികൂലങ്ങളുണ്ട്, ശത്രു നമ്മളെ നിർത്തുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ അവിടെ പറയുമ്പോഴും ദൈവദാസന്മാരായ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ദൈവത്തെ കണ്ടിട്ടാണ് ഇറങ്ങിയ എന്ന ബോധ്യമുള്ളവർക്ക് ദൈവത്തിന്റെ വലിപ്പത്തെ തിരിച്ചറിഞ്ഞ നമുക്ക് വേറെ ഒന്നിനെയും നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. ആ വേലയെ വളർത്താൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞിരിക്കും. അതിന് രണ്ടു പക്ഷമില്ല, അതിന് നമുക്ക് തർക്കിക്കേണ്ട ആവശ്യവുമില്ല. ദൈവവിളി ഉണ്ടായിട്ടുള്ള ലോകത്തിലെ സകല ദൈവത്തിന്റെ ദാസന്മാരും, ഒന്നല്ല രണ്ടല്ല മൂന്നല്ല, മില്യൺസ് ഓഫ് ദൈവദാസന്മാർ, അവരെല്ലാം മനസ്സിലാക്കിയത് ദൈവം ആരെന്ന കാഴ്ചപ്പാടിലേക്ക് എത്തി. ആ കാഴ്ചപ്പാടിനകത്താണ് ദൈവം നമുക്ക് ചില കൃപകളെ ദൈവം നമുക്ക് നൽകുന്നത്. ആ കൃപകളെ നൽകുക മാത്രമല്ല, വചനം നമ്മുടെ വായിലേക്ക് ദൈവം തരികയാണ്. ഇരമ്യാവിനെ നിങ്ങൾ നോക്കൂ. ഇരമ്യാവിനെ ദൈവം വിളിക്കുന്ന സമയത്ത് ദൈവം അവനോട് പറയുന്നത്, എൻ്റെ വചനം നിന്റെ നാവിന്മേലിരിക്കും. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാ, അല്ലാതെ മാനുഷികമായി ഒരാൾക്ക് പറയുന്നതല്ല അവിടെ അർത്ഥമാക്കേണ്ടത്. അപ്പൊ ദൈവവുമായിട്ടുള്ള ആ ഒരു തികഞ്ഞ ബന്ധത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ദൈവം തന്നെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മോശയുടെ ചരിത്രം അതല്ലേ വെളിവാക്കി തരുന്നത്. മോശയോട് ദൈവം പറയാണ്, മോശ ഇങ്ങനെ പേടിച്ചു വിരണ്ടു നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ മോശയോട് ദൈവം പറയാണ്, ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ഞാൻ മാറാത്തവനാ. ആ ദൈവമാണ് അബ്രഹാമിനെ വിളിച്ച അതേ ദൈവമാണ് മോശയെ നിന്നെയും വിളിച്ചത്. അപ്പോൾ ആ ഒരു അഭിമുഖത്തിനകത്ത് നമ്മൾ ദൈവം ആരെന്ന കാഴ്ചപ്പാടിലേക്ക് ഈ വിളിയിലൂടെ നമ്മൾ എത്തണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ശിഷ്യന്മാരെ യേശു വിളിക്കുന്നു. അവർക്കറിയാം, അവിടെ വാക്യം തന്നെ പറയുന്നു, ആ ഭാഗം ഞാൻ എക്സാക്ട് വ്യാഖ്യാനിക്കുന്നില്ല. അവിടെ എന്താ പറയുന്നത്, അവർ പടകും വലയും വിട്ട് അവനെ അനുഗമിച്ചു. പെട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളെ, ആള് എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വരില്ല, നമ്മൾ പോകില്ല. ആരെന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പോകത്തുള്ളൂ. ഇവിടെ ശിഷ്യന്മാർ യേശുവിൻ്റെ പുറകാലെ പോകാനുള്ള കാരണം അറിഞ്ഞുകൂടാത്ത ആളായത് കൊണ്ടല്ല, അവർ യേശു ആരെന്ന് കൃത്യമായി അറിഞ്ഞതുകൊണ്ട് യാത്ര ചെയ്തു. പൗലോസിനോട് ദൈവം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തി 9:5, ഞാൻ നീ ഉപദ്രവിക്കുന്ന കർത്താവ് അല്ലെങ്കിൽ യേശു. അപ്പോൾ ഓരോ തലങ്ങളിലും ദൈവവുമായി ഒരു മനുഷ്യൻ ബന്ധപ്പെടുമ്പോൾ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ ദൈവവിളിയും ദൈവം ആരെന്ന
കാഴ്ചപ്പാടിലേക്ക് ഞാൻ നിങ്ങളും എത്തേണ്ടത്. 2, അഭിമുഖം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. 2, അതിനകത്ത് ഒരു നിയമനം നമുക്കുണ്ട്. നിയമനം ഇവിടെ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. 19ാമത്തെ വാക്യത്തിൽ അത് ഏറ്റവും വലിയ ഒരു നിയമനം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ലോകത്തിലെ ഏറ്റവും പ്രയാസകരമായ വേലകളിലൊന്ന് മനുഷ്യരെ പിടിക്കുക എന്നതാ. മീൻ പിടിച്ചു പരിചയമുള്ള പത്രോസിനോടും അന്ത്രയോസിനോടും യാക്കോബിനോടും യോഹന്നാനോട് മീൻപിടുത്തത്തെ കുറിച്ചല്ല യേശു പറഞ്ഞത്. യേശു വളരെ കാറ്റഗോറിക്കലായിട്ട് യേശു പറയണ, ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരായി നിങ്ങളെ നിയമിച്ചിരിക്കുകയാണ്. ഈ ഒരു നിയമനത്തിനകത്ത് ചിലപ്പോഴെങ്കിലും നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ഈ പാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വൃന്ദം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആത്മാക്കളെ നേടുവാൻ നമുക്ക് കഴിയുന്നില്ല. എന്ത് കാരണം എന്നെനിക്കിപ്പോഴും അറിയില്ല. അതിന്റെ തടസ്സങ്ങൾ എന്താണ്? നിയമനമുണ്ട്. ആ ഒരു വാഗ്ദത്തം നമ്മുടെ തലമേലുണ്ട്. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പക്ഷേ ആത്മാക്കളെ നേടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. ഇവിടെ നിയമിക്കുക, ആക്കുക, ആ വാക്കിന് എക്സാക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് ഒരു നിയോഗത്തിനായി ഒരുവനെ ആക്കുക, ഒരു പ്രത്യേക ജോലിക്കായി ഒരുവനെ അയക്കുക. ആ പദങ്ങളല്ല അർത്ഥങ്ങൾ നിങ്ങൾക്കറിയാം. പക്ഷെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒരുവനെ ദൈവം അയക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അവന്റെ കൂടെ ആരും ഇല്ലെങ്കിൽ അവനോട് വാഗ്ദത്തം ചെയ്ത ദൈവം അവനോട് കൂടെയുണ്ട്. അത് നമ്മുടെ ഉറച്ച ഒരു വിശ്വാസമാണ്. അതിന് മാറ്റം ദൈവം വരുത്തിയിട്ടില്ല. അന്ത്യകൽപ്പനയുടെ സമയത്തും ദൈവം പറയുന്നത് ഇങ്ങനെയാണ്, യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ ഈ കമ്മീഷനിങ് വളരെ പ്രധാനമാണ്. ഒരു നിയമനം വളരെ പ്രധാനമാണ്. നമ്മുടെ സംഘടനാപരമായി നമുക്ക് ഓർഡിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള നിയമനങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ദൈവം പറയുന്നത്, സകല മനുഷ്യരോടും ദൈവം പറയുന്നത്, സകല സുവിശേഷ വേലക്കാരോടും ദൈവം പറയുന്നത്, നാം സാധാരണക്കാരല്ല, നാം മനുഷ്യരെ പിടിക്കേണ്ടുന്നവർ തന്നെയാണ്. അതിന് നിയമങ്ങൾ ഒരുപക്ഷെ അനുകൂലമാകണമെന്നില്ല, അല്ലെങ്കിൽ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ അതിനൊരുപക്ഷെ അനുകൂലമാകണമെന്നില്ല. പക്ഷേ ദൈവം പറയുന്നത്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. ആത്മാക്കളെ നേടുക എന്നതാണ് നമ്മുടെ പരമപ്രധാനമായ ആ വിളിക്കകത്തെ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് കിളിമാനൂർ, ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. എൻ്റെ സെക്ഷനിലുള്ളവരുമുണ്ട്. ഞാനവിടെ 16 വർഷം കൊണ്ട് പ്രവർത്തിക്കുകയാണ്. ദീർഘവർഷങ്ങൾ ഞാനവിടെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരു കാര്യം എനിക്കുറപ്പുണ്ട്, നമ്മൾ അവിടെ പ്രവർത്തിച്ചാൽ, ഏത് പോരാട്ടമുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ വിളിയും തലയിലുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആത്മാക്കൾ കടന്നു വന്നുകൊണ്ടേയിരിക്കും. ഇന്നും എൻ്റെ അനുഭവം അതാണ്. എല്ലാ മാസത്തിലെങ്കിലും പുതിയ ആളുകൾ ആലയത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ട് ദൈവദാസന്മാരോട് ഞാൻ വിനീതമായി പറയുവാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ ജോലി വേറെയൊന്നല്ല, ഒരു സെക്കൻഡറി ജോലിയായിട്ടല്ല ദൈവം നമ്മെ നിയമിച്ചിരിക്കുന്നത്. നമ്മെ ദൈവം നിയമിച്ചത് മനുഷ്യരെ പിടിക്കുക എന്നത് തന്നെയാണ്. അത് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ദൈവം നിയമിക്കുമ്പോൾ, ദൈവം അപ്പോയിന്റ് ചെയ്യുമ്പോൾ, ദൈവം ഒരാളെ ആക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്താകണമെന്നില്ല. ഞാൻ വേദപുസ്തകമൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ദൈവദാസന്മാരെ ദൈവം വിളിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്കല്ല ദൈവം അവരെ അയക്കുന്നത്. കമ്മീഷൻ ചെയ്ത് അയക്കുന്ന അങ്ങനെയല്ല. ഇപ്പോ ഹോശയ്യ, ദൈവം അവനെ വിളിക്കുന്ന സമയത്ത് ദൈവം അദ്ദേഹത്തോട് പറയാണ്, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ശ്രദ്ധിക്കണം, നീ ചെന്ന് ഒരു വേശ്യ സ്ത്രീയെ വിവാഹം കഴിക്കുക. അത്
അതിഷ്ടമുള്ള കാര്യമല്ല. പ്രവാചകന്മാരോട് പലരും ദൈവം വിളിക്കുമ്പോൾ ഇത് പറയുന്നുണ്ട് അവരോട്. അവർക്ക് ഇഷ്ടമുള്ളതിനെ അല്ല അവരോട് ചെയ്യാൻ പറയുന്നത്. ഇഷ്ടമുള്ളതായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നോട് പറയണ നീ ന്യൂയോർക്കിലേക്ക് വെക്കോ, ഇഷ്ടാ. പക്ഷേ ഏതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പോകാൻ പറഞ്ഞാൽ നമ്മൾ എത്ര പേര് പോകുമെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയില്ല. ഏതെങ്കിലും നല്ല രാജ്യത്തോട്ടോ നല്ല സഭയിലേട്ടോ വലിയ അംഗങ്ങളുള്ള സഭയിലോട്ടോ പോകാൻ പറഞ്ഞാൽ നമ്മൾ പോകും, വിഷയമല്ല. പക്ഷെ ദൈവ വിളിയുള്ള ഒരുവന് ദൈവം നിയമിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആകണമെന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടാത്ത തലത്തിലേക്കായിരിക്കും ദൈവം വിടുന്നത്. ഇവിടെ ശിഷ്യന്മാരെയും ദൈവം വിളിക്കുമ്പോൾ അത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. അവർക്ക് മീൻ പിടിക്കാൻ, അയ്യോ പത്രോസേ നീ കുറച്ചുകൂടെ നന്നായിട്ട് മീൻ പിടിക്കും എന്ന് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല. അവരോട് പറയണ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. അപ്പോൾ ഈ ശിഷ്യന്മാർക്കൊരു കൃത്യമായി അറിയാം, ഈ ഗലീല കടലിലെ സകല രീതികളും അവർക്കറിയാം. അതിനനുയോജ്യമായിട്ട് അല്ല യേശു പറഞ്ഞത്, അതിന് വിപരീതമായി യേശു പറഞ്ഞു. അതാ നിയമനത്തിന്റെ പ്രത്യേകത. ശ്രദ്ധിക്കണം, അത് നിയമനം. ദൈവം നിയമിക്കുന്നത്, ദൈവം ഒരുവനെ ആക്കുന്നത്, ദൈവം ഒരു വ്യക്തിയെ ഒരു തലത്തിലേക്ക് നിയമിച്ചാക്കുന്നത്, അത് വെറുതെ ആക്കുന്നതല്ല. ദൈവമാക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്തിടത്തു മാത്രം. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഈ കമന്ററി ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അവിടെ ഒരു ചിന്തകൻ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. ഞാൻ മലയാളത്തിൽ പറയാം. ആ പ്രയോഗം ഇങ്ങനെയാണ്: ഒരു മുക്കുവ സഹോദരനും അല്ലെങ്കിൽ മീൻപിടുത്തക്കാരനും കടലിലെ ഓളങ്ങളും തിരമാലകളും അടഞ്ഞതിന് ശേഷം മീൻ പിടിക്കാം എന്ന് ആഗ്രഹിക്കാറില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഒരിക്കലും പടകിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വള്ളത്തെ കടലിലേക്ക് ഇറക്കാൻ പറ്റില്ല, കരയ്ക്കു തന്നെ ഇരിക്കേണ്ടി വരും. ഓളം കണ്ടാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓളം കണ്ടാൽ നമ്മൾ ഭാരപ്പെടേണ്ടതില്ല. നമ്മുടെ ജോലി എന്ന് പറയുന്നത് ദൈവം നിയമിച്ചിരിക്കുകയും ചെയ്യുന്നത് അടിസ്ഥാനപരമായി ആത്മാക്കളെ നേടുക എന്നത് തന്നെയാണ്. ആ നിയമനം അത് നമ്മൾ തിരമാല കണ്ട് പേടിക്കാറില്ല, പ്രശ്നങ്ങൾ കണ്ട് നമ്മൾ പേടിക്കാറില്ല, ആരോപണങ്ങൾ കേട്ട് നമ്മൾ പേടിക്കാറില്ല, പീഡനങ്ങൾ കേട്ട് നമ്മൾ പേടിക്കാറില്ല. അത് കടലിനകത്ത് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. അതിരിക്കുമ്പോൾ തന്നെ ഒരു മുക്കുവ സഹോദരൻ മീൻ പിടിക്കുവാനായി പോകുകയാണ്. അപ്പോൾ ഇവിടെ ദൈവം നമ്മെ നിയമിച്ചാക്കുമ്പോൾ മൂന്നാമത്തെ ആ ദൈവവിളിയുടെ സവിശേഷതയായി ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ അതിനെ എതിർക്കും, നമ്മൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യും. ഒബ്ജക്ഷൻ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു നിർത്തിയത് തന്നെയാണ്. നമുക്കിഷ്ടമില്ലാത്ത ഒന്നിലേക്ക് ദൈവം നമ്മെ നിയമിക്കുമ്പോൾ, ദൈവം നമ്മെ ആക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല അത്. ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ദൈവവിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ നമ്മൾ വിട്ടിട്ട്, നമ്മുടെ അങ്ങനെയുള്ള ആശ്രയങ്ങളെ നമ്മൾ വിട്ടിട്ട് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ചേക്കേറാനുള്ള പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് കരുതുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ഇഷ്ടം. എനിക്ക് ഇച്ചിരി സ്വാതന്ത്ര്യങ്ങളുണ്ട്, എനിക്ക് അതിനനുസരിച്ച് ചെയ്യാമല്ലോ സുവിശേഷ വേല. അങ്ങനെ ചെയ്താൽ പറ്റില്ല. അതുകൊണ്ടാണ് ഭക്തന്മാർ സകലരും ദൈവം വിളിച്ചപ്പോൾ അവർ പറഞ്ഞതെന്താ പറഞ്ഞ്, ദൈവമേ എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. അവര് ഒബ്ജക്ഷൻ പറയാണ്, എനിക്ക് പറ്റില്ല കർത്താവ്, എനിക്കാവില്ല കർത്താവേ. അതിന് ഏറ്റവും നല്ല മനുഷ്യൻ മോശ തന്നെയാണ്. ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ 8 ഒഴിവ് കഴിവുകൾ പറയുന്നു. ദൈവം നമ്മെ വിളിക്കുമ്പോൾ, ദൈവം നമ്മെ ഒരു സ്ഥാനത്തേക്ക് ആക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഒഴിവ് കഴിവുകൾ പറയുന്നവരാകരുത്. ദൈവമേ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ടാവില്ല കർത്താവേ. മോശ പലതും പറയുന്നു, 8 മോശ പറയും. ഞാൻ എല്ലാം പറയുന്നില്ല. എനിക്ക് അധികാരമില്ല ദൈവമേ, എന്നെ കൊണ്ടാവില്ല കർത്താവേ, എനിക്ക് വാക്ചാതുര്യമില്ല കർത്താവേ, ഞാൻ പറഞ്ഞാൽ അദ്ദേഹം കേൾക്കുമോ? ഇതൊക്കെ ഇങ്ങനെ ഒന്നിന് പുറകെ മറ്റൊന്നായി അവരിങ്ങനെ പുറകാലെ ദൈവത്തോട് പറയുകയാണ്. അവന് ഇഷ്ടമുള്ള കാര്യമല്ല. യോനായുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചരിത്രമെല്ലാം നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞാൻ സ്പീഡേ പറഞ്ഞു പോകുന്നത്. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്?
ദൈവം അവനോട് പറഞ്ഞു, നീ ഇന്ന സ്ഥലത്തിലേക്ക് പോക്ക, നിനവയിലേക്ക് പോയോ? അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, നേരെ ഓപ്പോസിറ്റ് പോവുകയാണ്. അത് തർശീശിലേക്ക് അവൻ പോകുകയാണ്. ഒരു പണ്ഡിതൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യോനയെ ദൈവം വിളിച്ചത് സുവിശേഷ വേലക്കാരനായിട്ടാ, പക്ഷേ ദ ഇവാഞ്ചലിസ്റ്റ് ബിക്കെയിം ടൂറിസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സുവിശേഷ വേലക്കാരനായി ഒരുവനെ വിളിച്ചപ്പോൾ അവൻ സുവിശേഷ വേല ചെയ്യുന്നതിന് പകരം അദ്ദേഹം എന്തായി മാറി? ഇങ്ങനെ ഉലകം ചുറ്റുന്ന ഒരു ടൂറിസ്റ്റായി അദ്ദേഹം മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ കാര്യം, നമ്മൾ പലതും ദൈവത്തോട് പറയും, ദൈവമേ എനിക്കാവില്ല, എനിക്ക് കഴിയത്തില്ല. ഈ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ മിക്കവരും, ഒട്ടുമിക്ക ദൈവദാസന്മാരും ദാസിമാരും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എനിക്ക് പറ്റില്ല, വേറൊരാളെ ആക്കാമോ, വേറൊരാളെ അയക്കാമോ? നോ, ദൈവം പറയുന്നത് അവരല്ല, നിങ്ങൾ തന്നെയാണ് ആ വേല ചെയ്തെടുക്കേണ്ടത്. അതിനുള്ള നിയമനം ദൈവം നമുക്ക് തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിയമനം ദൈവം മാറ്റത്തില്ല, അത് നമ്മുടെ തലമേൽ തന്നെ കടന്നു വരും. അപ്പോൾ ദൈവവിളി എന്ന് പറയുമ്പോൾ ഞാൻ മൂന്നാമത് പറഞ്ഞത്, നമ്മൾ ഒത്തിരി എന്തു പറയും, എതിരുകൾ നമ്മൾ പറയും. പക്ഷേ എതിരുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവിടെയാണ് എനിക്ക് ഏറ്റവും പ്രധാനമായി ആ ദൈവവിളിയെ തോന്നിയത്. നമ്മൾ എതിർക്കുന്നു, നമുക്ക് പറ്റില്ല എന്ന് പറയുന്നു, എന്നെ കൊണ്ടാവില്ല കർത്താവേ എന്നൊക്കെ നമ്മൾ ദൈവത്തോട് പറയും. എനിക്കതിനുള്ള കഴിവില്ല ദൈവമേ, എനിക്കതിനെ കൊണ്ട് പറ്റില്ല, എന്നെ ആക്കാതെ ദൈവമേ. ഇതൊക്കെ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളെ ശക്തനാക്കിയത് പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കിയ ദൈവമാണ്, അവൻ മുഖാന്തരം എനിക്ക് സകലതും ചെയ്യാൻ കഴിയും. അത് നമ്മുടെ വിശ്വാസമാണ്, അത് നമ്മുടെ ധൈര്യമാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് അതിൽ തന്നെ ഗമിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്, ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കർത്താവാണ്. മറക്കല്ലേ, സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അത് ദൈവവിളിക്കകത്ത് ദൈവം വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ദൈവം എന്ത് ചെയ്യുന്നു? തന്നെ തന്നെ വെളിപ്പെടുത്തുക മാത്രമല്ല, നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ എൻ്റെ ദൈവം ചെയ്തു തരും. ഒത്തിരി ദൈവദാസന്മാർക്ക് വേണ്ടി വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒത്തിരി ദൈവമക്കൾക്ക് വേണ്ടി ദൈവം അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ദൈവം ചെയ്യാതിരുന്നില്ല. മോശയെ നിങ്ങൾക്ക് എടുക്കാം, വേറെ പലരെയും, നമ്മുടെ ഇരമ്യാവിനെ നിങ്ങൾക്ക് എടുക്കാം, യെശയ്യാവിനെ നിങ്ങൾക്ക് എടുക്കാം, ആമോസിനെ നിങ്ങൾക്ക് എടുക്കാം. അവർക്കെല്ലാം, ഹിസ്കിയാവ്, ഓരോ മനുഷ്യരെയും ദൈവം വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞത് ഇതാണ്, മറ്റൊന്നുമല്ല പറഞ്ഞത്. നമ്മൾ എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ അടുക്കലേക്ക് വരുന്നു. ശ്രദ്ധിക്കണം ആ ഭാഗം. ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ ഗിദെയോൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രസംഗിക്കുന്നവരാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ ഗിദെയോൻ, അവൻ വളരെ ഭീരുവായി നിൽക്കുന്ന സമയത്ത് ദൈവദൂതൻ അവൻ്റെ അടുക്കൽ വെളിപ്പെട്ടിട്ട് അവനോട് പറയുന്നത് ഇങ്ങനെയാ, ഗിദെയോനെ നീ നല്ലൊരു പരാക്രമശാലിയാ. അത് ജസ്റ്റ് ഓപ്പോസിറ്റാ. ഒരു സൈക്കോളജി അദ്ദേഹം ഉപയോഗിച്ചു എന്ന് മാത്രം. അത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് വിശ്വസനീയമാകുന്നില്ല. എന്നിട്ട് ദൈവത്തോട് അദ്ദേഹം അടയാളം ചോദിക്കുന്നു. നിങ്ങൾക്കറിയാം എന്താ അടയാളം? ദൈവമേ, ഞാനൊരു ആട്ടിൻ തോലെടുത്ത് എൻ്റെ വീടിൻ്റെ പുറത്തിട്ടേക്ക്, അതിൽ മാത്രം മഞ്ഞു വീഴണം, അതിൻ്റെ ചുറ്റും മഞ്ഞു വീഴാൻ പാടില്ല. അതുപോലെ ദൈവം ചെയ്തു കൊടുത്തു. അത് ദൈവവിളിയെ ദൈവം കൺഫേം ചെയ്തതാണ്, അതിനെ ദൈവം ഉറപ്പിച്ചു നൽകിയതാ. എന്നിട്ടും അദ്ദേഹത്തിന് വിശ്വാസമാകുന്നില്ല. എന്നിട്ട് അദ്ദേഹം ദൈവത്തോട് പറയാണ്, ദൈവമേ, നാളെ ഒരു കാര്യം ചെയ്യും, അത് നനയാൻ പാടില്ല, അതിൻ്റെ ചുറ്റും നനഞ്ഞാട്ടെ. ദൈവം അതും ചെയ്തു കൊടുത്ത് എന്ന് പറഞ്ഞാൽ, അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല എൻ്റെ ദൈവം. നമ്മുടെ ഈ വേലയിൽ ബുദ്ധിമുട്ടുകളുള്ളപ്പോഴും, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോഴും, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോഴും, അതാത് സമയത്ത് ദൈവം നമ്മെ ഉറപ്പിച്ചു നിർത്തും. അതിന് രണ്ടു പക്ഷമില്ല. എൻ്റെ സുവിശേഷ വേലകള് ഞാൻ വളരെ ചുരുക്കം വർഷങ്ങളേ ആയുള്ളൂ, ഒരു 10-20 വർഷത്തിനകത്ത്. പക്ഷേ 20 വർഷത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ദൈവം നമ്മോട് ഏതു സമയത്തെന്തു വേണം അത് നമ്മൾ ചെയ്യാൻ തയ്യാറ് തന്നെയാണ്. അത് നമ്മിലൂടെ ചെയ്യാൻ ദൈവം തയ്യാറാണ്.
ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും ഒട്ടുമിക്കപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ അത്ഭുതങ്ങളെ ചെയ്യാൻ, ഈ അടയാളങ്ങളെ ചെയ്യാൻ നമ്മൾ കൂലിക്ക് ആളുകളെ വിളിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി നമ്മുടെ സമൂഹം. അത് തീർത്തും പരാജയമാണ്, നമ്മുടെ പരാജയമാണ്. നമ്മൾ ഈ മീറ്റിങ്ങുകളിൽ ഈ ദൈവത്തെ ആരാധിച്ച് സേവിച്ച് വചനമൊക്കെ കേട്ട് നമ്മൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ദൈവം നമ്മെ ആക്കിക്കഴിഞ്ഞാൽ ആ സ്ഥലത്ത് ഏത് അത്ഭുതങ്ങൾ വേണമെങ്കിലും എൻ്റെ ദൈവം ചെയ്യും. അതിന് എനിക്കൊരു സംശയങ്ങളുമില്ല. അപ്പോൾ ഇവിടെ ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്, സാറേ എങ്ങനെയാ ഈ ദൈവവിളിയെ നമ്മൾ ഡിസേൺ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് എങ്ങനെയാ? അത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഓടിച്ച് 1-2 കാര്യം കൂടെ പറയാം. ചിലര് സുവിശേഷ വേലയിൽ ദീർഘവർഷങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം അവർക്ക് മനസ്സെങ്കിലെങ്കിലും ഒരു സംശയമുണ്ട്, ദൈവമേ നീ എന്നെ വിളിച്ചതാണോ, നീ എന്നെ വിളിച്ചിട്ടുണ്ടോ? 10 വർഷം ശുശ്രൂഷിച്ചിട്ട് മാറിപ്പോയവരെ എനിക്കറിയാം, 20 വർഷം ശുശ്രൂഷിച്ചിട്ട് മാറിപ്പോയവരെ എനിക്കറിയാം, ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ചിട്ട് അത് വേണ്ട എന്ന് വെച്ചിട്ട് പോയ ഒത്തിരി പേരെ എനിക്കറിയാം. അതിന് കാരണമെന്ന് പറയുന്നത് അവർക്ക് ഈ ദൈവവിളിയെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അതിൻ്റെ വ്യത്യാസത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. 2-3 കാര്യങ്ങൾ ഓടിച്ച് എൻ്റെ സമയത്തിൻ്റെ പരിമിതിക്കകത്ത് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു വലിയ പണ്ഡിതൻ പറഞ്ഞ ഒരു 4 പ്രധാന ഭാഗങ്ങൾ. ഒന്ന്, നമ്മുടെ ഗിഫ്റ്റ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ഗിഫ്റ്റ്, നമ്മുടെ ദൈവം തന്ന താലന്തുകളും ദൈവം തന്ന കഴിവുകളും ഏതെന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവം ഏതിലേക്ക് എന്നെ വിളിച്ചു എന്ന് എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ശ്രദ്ധിച്ച് കേൾക്കണ ഭാഗം. വ്യാഖ്യാനിക്കാനുള്ള സമയം എൻ്റെ മുമ്പിലില്ല, പോയിന്റ് മാത്രം പറഞ്ഞു വിടാം. ശ്രദ്ധിച്ച് കേട്ടോല്ല. നമുക്ക് ഏതിനോട് ഏറ്റവും കൂടുതൽ കഴിവുള്ളത്? അത് മാനുഷികമായി ലഭിച്ച കഴിവ് നമ്മൾ നോക്കണം. അതോടൊപ്പം ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് തന്ന കഴിവ്, ആ ഗിഫ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മൾ പരസ്പരം കുറ്റം പറയത്തില്ല, പരസ്പരം നമ്മൾ അധിക്ഷേപിക്കത്തില്ല, പരസ്പരം നമ്മൾ മറ്റൊന്നും ആരോപണങ്ങൾ പറയത്തില്ല. കാരണം എന്നെ വിളിച്ച വിളിക്കകത്ത് മാത്രമേ എനിക്ക് വേല ചെയ്യാൻ പറ്റൂ. അത് വേറൊരു വിളിക്കകത്ത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കഴിവിനനുസരിച്ച് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. അത് മറ്റൊരാൾ ചെയ്യണമെന്നില്ല. അതാണ് ഓരോ ആ യുണീക്ക്നെസ് ഓഫ് കോൾ, ആ ദൈവവിളിയുടെ നിസ്തുല്യത എന്ന് ഞാൻ മനസ്സിലാക്കിയത് അത് തന്നെയാണ്. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് അതാ ഓരോ മനുഷ്യനും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം മറ്റൊരാള് കഴിവില്ലാത്തവൻ എന്നല്ല, കഴിവ് കെട്ടവൻ എന്നർത്ഥമല്ല. അതിന് അവന് യോജിച്ചതുപോലെ അവർ ചെയ്യും. ആ ഗിഫ്റ്റ് നമ്മൾ ഏതെന്ന് മനസ്സിലാക്കണം. കാരണം ആ ഗിഫ്റ്റിലേക്ക് നമ്മളെ നയിക്കാനാണ് ചിലപ്പോൾ ട്രെയിനിങ്ങുകൾ ദൈവം തരുന്നത്. നമ്മെ സജ്ജമാക്കുന്ന ഘടകങ്ങളുണ്ട്. അത് സജ്ജമാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഓർത്തുകൊള്ളണം, എൻ്റെ ശുശ്രൂഷ വ്യത്യസ്തമാണ്. ഈ എക്യുപ്പിംഗ് നടക്കുമ്പോഴാണ് ചിലരെങ്കിലും ഇത് വേണ്ട എന്ന് വെക്കുന്നത്. 2, നമ്മൾ നമ്മുടെ ചില ഏരിയാസ് ഓഫ് എക്സ്പോസ്ഡ് നീഡ് എന്ന ആ പണ്ഡിതൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതിന് താല്പര്യമുള്ളവരുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ സെമിനാരി പഠിച്ചൊരു പയ്യൻ, അദ്ദേഹം പഠിക്കാൻ വലിയ വിദഗ്ധനൊന്നുമല്ല, മണക്കാല സെമിനാരി പഠിച്ചതാ. പക്ഷെ അദ്ദേഹത്തിന് ഒരു ക്വാളിറ്റി ഉണ്ട്. ഒരു സഹോദരന് കൂടെ പഠിക്കുന്നവന് ഒരു ബുദ്ധിമുട്ട്, രോഗമാകട്ടെ ഏതുമാകട്ടെ, അദ്ദേഹമാണ് ഹോസ്പിറ്റലിൽ ആ മനുഷ്യനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളണം, അദ്ദേഹത്തിൻ്റെ വിളി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് വരേണ്ടതാ. അദ്ദേഹം ഒരുപക്ഷെ എന്നെ പോലെ പഠിക്കണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ പലരെ പോലെ പ്രസംഗിക്കുകയോ മറ്റ് കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുകയോ ചെയ്യണമെന്നില്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തെ ദൈവം വിളിച്ചില്ല എന്നല്ല. വില്യം കേറി, ഹഡ്സൺ ടൈലർ, ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സകല ഭക്തന്മാർ. വില്യം കേറി വലിയൊരു പ്രഭാഷകനൊന്നും അല്ല, പക്ഷേ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഇന്ത്യയിലെ അവിടെ മുഴുവനും സുവിശേഷം പറയുവാൻ അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു എന്നത് ചാരിതാർത്ഥ്യത്തോടെ ഞാൻ പറയട്ടെ. 3, നമ്മുടെ
ആഗ്രഹങ്ങൾ വളരെ പ്രധാനമാണ്. ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനം. ഇല്ലാത്തതല്ല, ഒരു ഫാന്റസി അല്ല. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പറയുന്നത് പോലെ അതല്ല, അതിന് ഞാനെതിരാ. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ആഗ്രഹിക്കണം, എനിക്ക് ഇന്ന തലത്തിലേക്ക് വരണം. അത് ഏതിനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? പോസിറ്റീവാണ്, നെഗറ്റീവായിട്ട് ആ വാക്കെടുക്കരുത്. നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടെയാണ് ദൈവം നമ്മെ ആക്കുന്നത്. അതിനകത്ത് മാറ്റമില്ല. ശ്രദ്ധിച്ച് ആ ഭാഗം കേട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഉദാഹരണം, ഒരു ദൈവം നമ്മെ വിളിച്ചത് ഒരു പ്രൊഫസറായിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു അംഗൻവാടി ടീച്ചർ ആകരുത്. ചിലരങ്ങനെയാണ്. ചിലർ ആഗ്രഹിക്കുന്നു, എനിക്ക് അംഗൻവാടി ടീച്ചർ ആയാൽ മതി, കിൻഡർ ഗാർട്ടൻ ടീച്ചർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു. ദൈവം വിളിച്ച അതിനല്ല. ദൈവം വിളിച്ച കുറച്ചുകൂടി ഉന്നതമായ വിളിയാ. അപ്പോൾ ആ വിളിയെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവം നമ്മളെ നിയമിക്കുകയുള്ളൂ. ഏറ്റവും അവസാനം പറഞ്ഞത് ഒരു നമുക്ക് ലഭിച്ച പ്രായോഗിക ജ്ഞാനം എന്നതാണ്. ജ്ഞാനം, വിസ്ഡം ഫ്രം എബവ്. അവിടെ ഇൻഫർമേഷൻ ഉണ്ട്, വിസ്ഡം ഉണ്ട്. രണ്ടും ഒറ്റ വാക്കിൽ പറയാം. ഇൻഫർമേഷൻ ടെൽസ് യു വാട്ട് സംതിങ് ഈസ്. ഇൻഫർമേഷൻ പറയുന്നത് ഒരു സാധനം എന്താണ് എന്നതാണ്. പക്ഷെ ജ്ഞാനം പറയുന്നത് അത് എന്തുകൊണ്ടങ്ങനെ ആയിരിക്കുന്നു, അത് എങ്ങനെയാ അങ്ങനെയായിരിക്കുന്നത്, ഹൗ ആൻഡ് വൈ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ജ്ഞാനമെന്ന് പറയുന്നത് അറിവ് പുസ്തകങ്ങൾ വായിച്ചു വന്നത് മാത്രമല്ല, പ്രായോഗികമായി ദൈവം നമുക്ക് നൽകിയ ജ്ഞാനമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആ ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക്, ശ്രദ്ധിച്ച് കേൾക്കണം, ആ ശരിയായ ട്രാക്ക്, ദൈവം എന്നെ വിളിച്ചത് ഏതിലേക്ക്, ഏത് ഭാഗത്തേക്ക് ദൈവം എന്നെ വിളിച്ചു, ആ വിളി കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്യണമെങ്കിൽ ഈ ദൈവിക ജ്ഞാനം നമ്മളിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ശുശ്രൂഷകൾ പരാജയപ്പെടില്ല. നമ്മുടെ ശുശ്രൂഷകൾ എല്ലാ ദിവസവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നായി മാറ്. നമ്മൾ ഒരിക്കലും ഇത് നിമിത്തം ഫെഡപ്പായി പോകത്തില്ല, മടുപ്പ് നമുക്കുണ്ടാകത്തില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന തലത്തിലേക്ക്, ഇത് എടുക്കേണ്ടായിരുന്നു എന്ന തലത്തിലേക്ക് നമ്മൾ എത്തത്തില്ല. അതിനു വേണ്ടി ദൈവം ആ നിയമനത്തിനകത്തു തന്നെ, ആ വിളിക്കകത്തു തന്നെ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ വായിച്ച വാക്യത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അവിടെ യേശു അവരെ വിളിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് 4 കാര്യമുണ്ട്. അവർക്ക് ചെറിയ കാര്യങ്ങളല്ല അവർ ചെയ്തത്. 4 കാര്യങ്ങളും അവർക്കുണ്ടാകുന്നു. അവർ ദൈവവുമായിട്ടൊരു എൻകൗണ്ടറിലേക്ക് എത്തുന്നു. അതുനിമിത്തം ഒരു കമ്മീഷനിങ് ഉണ്ടാകുന്നു. കമ്മീഷൻ ചെയ്തപ്പോൾ വേണ്ട എന്ന തലത്തിലേക്ക് അവരെ മനസ്സ് മാറുന്നു. അതിനുശേഷം അത്ഭുതങ്ങളെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് അവരെത്തുന്നു. അതെത്തിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, ദൈവം എന്നെ വിളിച്ചു. നമ്മളെല്ലായ്പ്പോഴും ശുശ്രൂഷയിൽ മനസ്സിലാക്കേണ്ടുന്നത് അത് തന്നെയാണ്. ദൈവം എന്നെ വിളിച്ചു. വിളിച്ച ദൈവം വിളിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ വാക്ക് ഇങ്ങനെയാ പറയുന്നത്, ഉടനെ ഇമ്മീഡിയറ്റ്ലി പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. അവൻ സുവിശേഷ വേലയിൽ ഇതാണ് ഏറ്റവും വലിയ കോറായിട്ടുള്ള ഭാഗമെന്ന് പറയുന്നത്. എനിക്ക് ആ ദൈവവിളി ഓക്കെയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമേ എന്നെ വിളിച്ച ഉടൻ അവർ ചെയ്യണ, അവർക്കുണ്ടായതിനെ അവർ വിട്ടിട്ട് ആ സുവിശേഷ വേലയിലേക്ക് നീങ്ങുന്നു. അവിടെ ഒരു ചിന്തകൻ ഇങ്ങനെയാ പറയുന്നത്, അവർ ആ വലയെ വിട്ടതുകൊണ്ട്, പടകിനെ വിട്ടതുകൊണ്ട്, ആ ഗലീല എന്ന ആ ഒരു ഹൊറിസോൺ, ആ ഒരു ചക്രവാളത്തിൽ നിന്ന് ലോകമറിയുന്ന ഒരു തലത്തിലേക്ക് അവർ നീങ്ങാൻ ഇടയായി തീർന്നു. അതാ ദൈവവിളിയുടെ സവിശേഷത എന്ന് പറഞ്ഞത്. നമ്മൾ അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്താൽ, ആ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് ആ ഗലീല ദേശത്തിലെ ഒരു കടൽക്കരയിലെ മുക്കുവരായിട്ടല്ല, അവരെ കുറിച്ച് പിന്നീട് പറഞ്ഞത് ലോകത്തെ അറിയുന്നവരാക്കി ദൈവം മാറ്റി. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചതും അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ ഒരു പ്രാദേശിക സഭയ്ക്കകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാനല്ല, നമ്മുടെ വിളി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ ആ ദൈവം നമ്മോട് കൂടെ ഇരിക്കുക. ഈ 2026 നമ്മുടെ ശുശ്രൂഷകൾക്ക് ദൈവം ഒരു വ്യത്യാസം വരുത്ത്
അത് നമ്മുടെ സഭകളിൽ, നമ്മുടെ ശുശ്രൂഷ തലങ്ങളിൽ കാണുവാൻ സാധിക്കുമെന്ന നല്ല വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയ എല്ലാ ദൈവദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.